ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അറിവിൻ പൂനിലാവ് വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി. അകംപൊരുൾ സംഘടനയിൽ പൊട്ടിത്തെറി, സ്ഥാപകന്റെ തട്ടിപ്പുകൾക്കെതിരെ അണികൾ, ഒറ്റപ്പെട്ട് CH മുസ്തഫ, ആരോപണങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പും ലൈംഗിക അരാജകത്വവും. വാർത്തകൾ വിശദമായി. കേരള മുസ്ലിങ്ങൾ പിന്തുടരുന്ന ഇസ്ലാം മതം യഥാർത്ഥ മാനവിക ഇസ്ലാമല്ല എന്ന വാദമുയർത്തി രംഗത്തെത്തിയ CH മുസ്തഫയുടെ അകംപൊരുൾ എന്ന സംഘടനയിൽ കലാപം. ചെയർമാനും പ്രധാന നേതാക്കളും അടക്കം വലിയൊരു വിഭാഗം പ്രവർത്തകർ സ്ഥാപകൻ CH മുസ്തഫയുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് മാനവിക വാദ സംഘടനയിൽ കലാപക്കൊടി ഉയർന്നത്. സംഘടനയിൽ നിന്ന് ഒന്നിലധികം തവണ കൂട്ടരാജികളുണ്ടായി. തട്ടിപ്പുകാരനെന്ന ആരോപണം ശരിയാണെന്ന് അടുത്ത അനുയായികളോട് മുസ്തഫ സമ്മതിച്ചതോടെ സംഘടനയിലും അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മുസ്തഫക്കെതിരെ നേരത്തെ ഉയർന്ന ലൈംഗിക അരാജകത്വ പരാതിയടക്കം മറ്റു വിഷയങ്ങളും ഇതോടെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി. മുസ്തഫയുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായ ഒരു സ്ത്രീയിൽ നിന്ന് 50 പവൻ സ്വർണം തട്ടിയെന്നതാണ് ഇപ്പോൾ വിവാദമായത്. അകംപൊരുൾ അണികളുടെ പേരിൽ പുറത്തു വന്ന സോഷ്യൽ മീഡിയ സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തു വന്നത്. 2 മാസത്തെ അവധി പറഞ്ഞു വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കാതായതോടെ സ്ത്രീയും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് മുസ്തഫയുടെ വീട്ടിലെത്തി. ഇവരെ മുസ്തഫ മർദ്ദിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് സംഭവ സമയത്ത് അവിടെ എത്തിയ ഏതാനും ശിഷ്യന്മാർ കണ്ടു. ഇവർ ഇടപെട്ടുണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെയും കരാറിന്റെയും വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതേ തുടർന്ന് അകംപൊരുൾ സംഘടന ഇയാൾക്ക് സംഘടനയിൽ 10 മാസത്തെ വിലക്കേർപ്പെടുത്തി. സംഘടനാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇതിന് പിന്നാലെയാണ് കൂട്ടരാജികൾ ഉണ്ടായത്. സംഘടനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സും അവരുടെ പ്രധാന പുസ്തകത്തിന്റെ പ്രസാധകനുമായ VK അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ റീഡ് വെൽഫെയർ ഫൗണ്ടേഷനും മുസ്തഫയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതായി സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിച്ചു. സമാന രീതിയിൽ പല പ്രമുഖരും രംഗത്തെത്തിയതോടെ മുസ്തഫ സംഘടനയിൽ ഒറ്റപ്പെട്ടു. ഇതേ തുടർന്നാണ് വിശദീകരണ വീഡിയോയുമായി CH മുസ്തഫ രംഗത്തെത്തിയത്. സ്വർണം വാങ്ങിയത് അടുത്ത ബന്ധുവിന് വേണ്ടിയാണെന്നും ഗൾഫ് യുദ്ധം കാരണമാണ് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നുമാണ് മുസ്തഫയുടെ വിശദീകരണം. കുറച്ച് സ്വർണം തിരിച്ചു കൊടുത്തു, ബാക്കി കൊടുക്കുന്നതിന് കരാറുണ്ടാക്കി. സംഭവത്തിൽ ക്ഷമാപണം നടത്തുന്ന മുസ്തഫ ഇത്തരം പിഴവ് ഇനി ആവർത്തിക്കില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ മുസ്തഫയുടെ ക്ഷമാപണം മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്നവരുടെ വാദം. നേരത്തെ സമാനമായ സംഭവങ്ങളിൽ ആരോപണ വിധേയനാവുകയും പലയിടത്തു നിന്നും നടപടി നേടുകയും ചെയ്തതാണ് ഇവർ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്ന മുസ്തഫയുടെ വിശദീകരണം വിശ്വസിച്ച് അകംപൊരുൾ എന്ന സംഘടനയിലെത്തിയ പലരും ഇപ്പോൾ വീണ്ടും ചതിക്കപ്പെട്ടു എന്ന തോന്നലിലാണുള്ളത്. ഈ വിവാദം ചൂടുപിടിച്ചതോടെ പഴയകാല തട്ടിപ്പുകളെ കുറിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമായി. ഭാര്യ നൽകിയ പരാതിയാണ് ഇതിൽ പ്രധാനം. കുടുംബത്തെ ഉപേക്ഷിച്ച് ഒറ്റക്ക് താമസിക്കുന്ന മുസ്തഫയുടെ ഭാര്യയുടെ പരാതിയും അതിലെ വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. മുസ്തഫയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മർദ്ദനം, മാനസിക പീഡനം, സാമ്പത്തിക നഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് ഭാര്യയുടെ പരാതി. ഭാര്യയുടെ 2 ലക്ഷവും 52 പവൻ സ്വർണവും തട്ടിയെടുത്തതിനും കേസുണ്ട്. മുസ്തഫയ്ക്ക് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ഭാര്യയുടെ പരാതിയിൽ പറയുന്നു. നേരത്തെ വിവിധ മുസ്ലിം സംഘടനകളുമായും വിവിധ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുസ്തഫയെ സമാനമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നെല്ലാം പുറത്താക്കിയതാണ്. തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിലും അതിന്റെ പള്ളിയിലുമായിട്ടായിരുന്നു മുസ്തഫയുടെ ആദ്യ ജോലി. അവിടെ കുട്ടികളെ സ്വവർഗ ലൈംഗികതയ്ക്ക് ഇരയാക്കിയത് പിടിക്കപ്പെട്ടതോടെ പുറത്താക്കി. കാഞ്ഞങ്ങാട്ടെ ഒരു ട്രസ്റ്റും പള്ളിയും ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടെ വീണ്ടും സാമ്പത്തിക തട്ടിപ്പിൽ പിടിക്കപ്പെട്ടു.
അവിടെ നിന്നും പുറത്താക്കി പെരിന്തൽമണ്ണക്കടുത്ത ഒരു മഹലിലെ ഖത്തീബ് ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിലാണ്. ഇതിനിടെ പ്രവർത്തിച്ച കുടകിലെ വീരാജ്പേട്ട പള്ളിയിൽ നിന്ന് പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ പുറത്താക്കി. വിവിധ മുസ്ലിം സംഘടനകളുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ടയാളായതിനാൽ ഈ സംഘടനകളൊന്നും മുസ്തഫയുടെ അകമ്പൊരുൾ എന്ന പുതിയ കൂട്ടായ്മയുമായി സഹകരിച്ചിരുന്നില്ല. ഇതോടെ മുസ്ലിം സമുദായത്തിനകത്ത് ഒറ്റപ്പെട്ട മുസ്തഫ ഹിന്ദു ക്രിസ്ത്യൻ മത സംഘടനകളുമായും മത മേധാവികളുമായും സഹകരിച്ചാണ് സമീപകാലത്ത് പ്രവർത്തിച്ചിരുന്നത്. നാരായണ ഗുരുകുലം, മലങ്കര മാർത്തോമ സുറിയാനി സഭ, കേരള ആത്മവിദ്യാസംഘം സംഘടനകളും സ്വാമി തന്മയ, ഗുരുമുനി നാരായണ, പ്രസാദ് സ്വാമി സച്ചിദാനന്ദ എന്നിവരെ പോലുള്ള മതമേധാവികളും CH മുസ്തഫയുമായി സഹകരിച്ചിരുന്നു. മുസ്തഫക്കെതിരായ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ ഈ മതസംഘടനകളും നേതാക്കളും വെട്ടിലായിരിക്കുകയാണ്. കുരുവട്ടൂരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കള്ളത്തൊരീക്കത്തുമായും ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. അവിടെ നടന്ന സ്വർണ്ണ തട്ടിപ്പിൽ ഇയാൾക്കും ബന്ധമുള്ളതായി ആരോപണം ഉയരുന്നു. വ്യാജ തൊരീക്കത്തിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള നൌഷാദ് ഒതുക്കുങ്ങൽ എന്ന വ്യക്തിയും ഇയാളും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. പരസ്ത്രീ ബന്ധമുള്ളതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. 2 കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി 2 മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു. സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും കയ്യിലൊതുക്കി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളീയ അന്തരീക്ഷത്തിൽ ഇയാൾ പിഴച്ചതാണെന്നതിനുള്ള ആദ്യ തെളിവ് ഇവൻ തന്നെയാണ്. പറയണ കേട്ടൊന്നുമില്ല, സത്യമാണ് സത്യമാണ് സത്യമാണ്. നമ്മളത്ര അനുഭവിച്ചതാണ്. പിന്നെ ബൗരി ഷരീഫ് മൂത്രത്തിൻ്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല. മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും. കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട്, ഔലിയാക്കന്മാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ്. വിയർപ്പിന് കസ്തൂരി മണ്ണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല ഭയങ്കര വിയർത്താൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാകുക. ബനിയനൊക്കെ അവരുടെ ബനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട്. നല്ല വിയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരൻ വലിയ ഉസ്താദാണ്, അവളെ പറയില്ല, ആ വലിയ ഉസ്താദ് ഊരിപ്പിച്ച് കുറേ യാചിച്ച് ബനിയൻ വാങ്ങി പുതിയ ബനിയന് വാങ്ങിക്കൊടുത്ത. പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ മണ. നമ്മളിതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേന്ന് നാറ്റുണ്ടാവില്ലേ? മനസ്സിലാക്ക അനുഭവം തന്നെയാണ്, ഒന്നും വെറുതെ പറഞ്ഞല്ല. നിങ്ങളോട് പത്രമൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. സത്യസന്ധമായ വാർത്തകളും അറിവുകളും നേടാൻ അറിവിൻ പൊന്നിലാവ് എന്നും നിങ്ങൾക്കൊപ്പം.